കൊച്ചി പോലീസ് സ്റ്റേഷനിലെ കസ്റ്റഡി മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവരാൻ സാധ്യതയുണ്ടെന്ന് ADGP നേരത്തെ തന്നെ സർക്കുലറിലൂടെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. സംഭവത്തെക്കുറിച്ച് ഉന്നത ഉദ്യോഗസ്ഥർക്ക് അറിയാമായിരുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ സർക്കുലർ. ADGP S. ശ്രീജിത്ത് ജില്ലാ പോലീസ് മേധാവിമാർക്ക് നൽകിയ സർക്കുലറിന്റെ പകർപ്പാണ് ഇപ്പോൾ പ്രേക്ഷകർ മാതൃഭൂമി ന്യൂസിന്റെ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. MS ലിഷോയ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ലിഷോയ്, ഇങ്ങനെ ഒരു സംഭവം നടന്നു, ആ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തുവരും, വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയിട്ടുണ്ടെന്ന കാര്യങ്ങളൊക്കെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് അറിയുമ്പോൾ അത് മാത്രമല്ലല്ലോ, ഈ ദൃശ്യങ്ങളിൽ എന്താണ് നടന്നത്, പോലീസുകാർ എത്ര ക്രൂരമായാണ് അവരെ ഉപദ്രവിച്ചത്, മർദ്ദിച്ചത്, തല്ലിച്ചതച്ചത്, അതും ഈ ഉദ്യോഗസ്ഥർക്ക് മുകളിലുള്ള ഉദ്യോഗസ്ഥർക്ക് അറിയാമല്ലോ. എന്നിട്ടാണോ പ്രൊമോഷൻ നൽകിയത്? പക്ഷേ ഇത് ഇന്നലെ, അതായത് ഈ കുന്നംകുളം സംഭവത്തിന് ശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട സർക്കുലർ ADGP ഇറക്കുന്നത്. അതായത് ഇത്തരത്തിലൊരു CCTV ദൃശ്യം പുറത്തു വരാൻ സാധ്യതയുണ്ട്. അതായത് അത് വിവരാവകാശ നിയമപ്രകാരം നേരത്തെ തന്നെ നൽകിയിരുന്നു. കഴിഞ്ഞ സെപ്റ്റംബർ മാസം തന്നെ ഈ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പക്ഷേ അത് ആ ഒരു മുന്നറിയിപ്പ് അന്ന് പുറത്തു വരാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പാണ് നൽകിയിരുന്നത്. പക്ഷേ ഈ CCTV ദൃശ്യം ഔസേപ്പിന് നൽകിയ ശേഷം ഇത്രയും നാൾ ഈ ദൃശ്യങ്ങളൊന്നും തന്നെ പുറത്തു വന്നിരുന്നില്ല. കുന്നംകുളം സംഭവത്തിന് ശേഷമാണ്, കസ്റ്റഡി മർദ്ദനത്തിന് ശേഷമാണ് ഇത്തരത്തിൽ ഈ ദൃശ്യങ്ങൾ ഔസേപ്പ് പുറത്തുവിട്ടത്. അതിന് മുൻപേ തന്നെ ഈ ഒരു കേസൊക്കെ ആയി, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ആയി, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ എല്ലാം തന്നെ പലതവണ ഔസേപ്പ് സമീപിച്ചെങ്കിൽ പോലും യാതൊരു വിധത്തിലും അത്തരത്തിൽ നടപടി ഉണ്ടായില്ല. പക്ഷേ എല്ലാവർക്കും കൃത്യമായി കാര്യങ്ങൾ അറിയാമായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ സർക്കുലറിൽ നിന്ന് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ വർഷം 2024 സെപ്റ്റംബർ 7 തീയതിയാണ് ഈ സർക്കുലർ ADGP S. ശ്രീജിത്ത് IPS പുറത്തിറക്കിയിരിക്കുന്നത്. ആ സർക്കുലറിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഈ വിവരാവകാശ നിയമപ്രകാരം 24/5/2023 തീയതി ആ ദിവസം പാലക്കാട് റോഡിലുള്ള, അതായത് പട്ടിക്കാട് വെച്ച് ഫുഡ് ആൻഡ് ഫൺ എന്ന ഒരു ഹോട്ടലിൽ ആഹാരം കഴിക്കുന്നതിനിടെ തർക്കമുണ്ടായി. ആ തർക്കം പിന്നീട് തുടർന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയും പോലീസ് സ്റ്റേഷനിൽ എത്തിയ ശേഷം SIയുടെ ഭാഗത്തുനിന്ന് മർദ്ദനമുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ആ മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ വിവരാവകാശ നിയമപ്രകാരം പരാതിക്കാരനായ ഔസേപ്പിന് നൽകിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അത് പുറത്തു വരാൻ സാധ്യതയുണ്ട്, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇത് പുറത്തു വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ പുറത്തു വരാൻ സാധ്യതയുണ്ട്. അത് പോലീസിന്റെ പ്രതിച്ഛായയ്ക്ക് വലിയ തോതിൽ മങ്ങലേൽപ്പിക്കാൻ സാധ്യതയുണ്ട് എന്ന ഒരു മുന്നറിയിപ്പാണ് അന്ന് S. ശ്രീജിത്ത് IPS നൽകിയിരിക്കുന്നത്. അതായത് ഇതെല്ലാം തന്നെ അറിയാമായിരുന്നു, ഇങ്ങനെയൊക്കെ ഉണ്ടായാൽ പോലീസിന്റെ പ്രതിച്ഛായ നഷ്ടപ്പെടും എന്നുള്ളത് കൃത്യമായി പോലീസിന് അറിയാമായിരുന്നു, ഉന്നത ADGPക്ക് തന്നെ അറിയാമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ പോലും ഇതിൽ കൃത്യമായൊരു നടപടി എടുക്കാൻ അന്നും ഇന്നും പോലീസ് തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശ്രീ MS ലിഷോയാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ മാത്രമല്ല കേട്ടോ, ഇതിൽ കൂടുതൽ ദൃശ്യങ്ങൾ ഉണ്ടെന്നാണ് ഹോട്ടൽ ഉടമയായ ഔസേപ്പ് പറയുന്നത്. ഏകദേശം 14 മണിക്കൂറുള്ള ദൈർഘ്യമുള്ള CCTV ദൃശ്യങ്ങളുണ്ട്. വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച ദൃശ്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഔസേപ്പിന്റെ പക്കലുള്ളത്. അപ്പോൾ ഇതിൽ കൂടുതൽ ദൃശ്യങ്ങൾ അവരുടെ പക്കലുണ്ട്. എത്ര മോശമായി, എങ്ങനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥർ പെരുമാറാൻ പാടില്ല, അങ്ങനെയൊക്കെ പെരുമാറുന്നതിന്റെ തെളിവുകൾ, വിവരങ്ങൾ ഈ ഉന്നത ഉദ്യോഗസ്ഥർ കണ്ടിട്ടും അത് പുറത്തു വരുമെന്ന് എന്നുള്ളൊരു മുന്നറിയിപ്പാണ് എന്തായാലും നൽകാൻ ശ്രമിച്ചിട്ടുള്ളത്. ലിഷോയ് നമുക്കിപ്പം തുടരുന്നുണ്ട്. ലിഷോയ്, എല്ലാം നടക്കുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. നേരത്തെ കുന്നംകുളത്തെ ക്ഷീണം മാറിയിട്ടില്ല. അതിൽ ഇന്നലെ സസ്പെൻഷൻ എടുത്തതേ ഉള്ളൂ. സസ്പെൻഷൻ പോരാ എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നിലപാട്. അത് ശരിയാണ് തന്നെ. കാരണം സസ്പെൻഷൻ എന്ന് പറയുന്നത്, അങ്ങനെയുള്ള ഒരു സംഭവം അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഫസ്റ്റ് നടപടിയായിരിക്കണം. സസ്പെൻഷൻ അല്ലാതെ ട്രാൻസ്ഫർ അല്ല ഫസ്റ്റ് നടപടി, സസ്പെൻഷൻ ആയിരിക്കണം ഫസ്റ്റ് നടപടി. ഇപ്പോൾ സസ്പെൻഷൻ കൊണ്ട് കാര്യങ്ങൾ തീരില്ല എന്ന് കോൺഗ്രസ് ഒക്കെ പറയുന്നുണ്ട്, ജനങ്ങൾ പറയുന്നുണ്ട്. അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ പീച്ചയിലെ ഈ ദൃശ്യങ്ങൾ വരുന്നത്. അറിഞ്ഞിട്ടും ഇതൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് ഉന്നത ഉദ്യോഗസ്ഥർ അറിഞ്ഞിട്ടും അവരൊന്നും ചെയ്യാതെ കൈയും കെട്ടിയിരിക്കുകയാണ്. തീർച്ചയായും. അതായത് ഈ ഒരു വിഷയത്തിൽ തന്നെ അന്നത്തെ കമ്മീഷണറായിരുന്ന അങ്കിത് അശോകനെയാണ് ആദ്യം ഔസേപ്പ് ഇവിടെ ഉള്ള ഈ പ്രശ്നങ്ങൾക്ക് ശേഷം തൊട്ടടുത്ത ദിവസങ്ങളിൽ ബന്ധപ്പെട്ടത്. അന്ന് ആദ്യം ഒല്ലൂർ ACPയെ കാര്യങ്ങൾ ധരിപ്പിച്ചു. ഒല്ലൂർ ACPയുടെ നിർദ്ദേശപ്രകാരം പിന്നീട് സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന അങ്കിത് അശോകനെ അദ്ദേഹം പോയി കാണുകയും ചെയ്തു. അങ്കിത് അശോകൻ്റെ ഭാഗത്തു നിന്നും വളരെ അനുകൂലമായ നിലപാടാണ് ഉണ്ടായതെന്നാണ് ഔസേപ്പ് അന്ന് പറഞ്ഞത്. എല്ലാം ശരിയാക്കാം, എല്ലാത്തിൽ കൃത്യമായ നടപടി ഉണ്ടാകും, താങ്കൾക്ക് നീതി ലഭിക്കും എന്നുള്ള ഒരു നിലപാടാണ് അങ്കിത് അശോകൻ്റെ ഭാഗത്തു നിന്നും
ഉണ്ടായത്. പക്ഷേ അതുണ്ടായില്ല. അതുമാത്രമല്ല, കൃത്യമായി ഈ സംഭവത്തിൽ ഒരു അന്വേഷണം നടന്നില്ല എന്നുള്ളതാണ് രണ്ട് കൂട്ടരും പറയുന്നത്. അതായത് ഇപ്പോൾ ഔസേഫ് ആയാലും ഇതിൻ്റെ നേരത്തെ ഭക്ഷണം കഴിച്ചു മർദ്ദനമേറ്റു എന്ന് പറയപ്പെടുന്ന ദിനേശനായാലും രണ്ട് കൂട്ടരും പറയുന്നത് പോലീസ് ഇക്കാര്യത്തിൽ വഴിവിട്ട കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ്. ഔസേപ്പ് പറയുന്നത് ഈ മർദ്ദനത്തിൻ്റെ കാര്യങ്ങളാണെങ്കിൽ, അതുപോലെ തന്നെ ഈ പോലീസുമായി ചേർന്ന് ദിനേശൻ പണം തട്ടി എന്നുള്ളതാണെങ്കിൽ, ദിനേശൻ പറയുന്നത് തനിക്ക് നൽകിയ പണം എല്ലാം തന്നെ പോലീസ് അത് കൊണ്ടുപോയിരിക്കുകയാണ്. തനിക്ക് അത് പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രതിച്ഛായയെ ബാധിക്കും. അപ്പോൾ പ്രതിച്ഛായയെ ബാധിക്കുന്ന കാര്യങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ചെയ്യാം, പക്ഷെ അത് പുറത്തു വരാൻ പാടില്ല എന്നുള്ള കരുതലാണോ ADGPക്ക്? തീർച്ചയായും അത് തന്നെയാണ് ADGPക്ക് ഉള്ളത്. അത് ഈ ഒരു സംഭവത്തിൽ മാത്രമല്ല, നമ്മൾ കുന്നംകുളം സംഭവത്തിൽ നോക്കിയാൽ പോലും ഒരു തരത്തിലും പോലീസ്, അതായത് ഈ വിവരാവകാശ നിയമപ്രകാരം ഈ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലാണ് ആദ്യം സുജിത്ത് പരാതി നൽകുന്നത്. അതിനുശേഷം അതായത് ഉയർന്ന ഓഫീസർമാർക്കൊക്കെ തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ അപേക്ഷകളൊക്കെ തന്നെ നൽകിയിട്ടുണ്ട്. പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് പോലും ഈ ഒരു CCTV ദൃശ്യങ്ങൾ നൽകാനായി അന്നും തയ്യാറായില്ല. ഒടുവിൽ പോരാട്ടത്തിനൊടുവിലാണ് ഈ സുജിത്തിന് ദൃശ്യങ്ങൾ ലഭിച്ചത്. അതുപോലെ തന്നെയാണ് അതേ കാലയളവിൽ തന്നെയാണ് മനുഷ്യാവകാശ കമ്മീഷനിലും വിവരാവകാശ കമ്മീഷനിലും അപ്പീൽ പോയി അതുപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേടിയെടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഔസേഫും ഈ CCTV ദൃശ്യങ്ങൾ നേടിയെടുത്തത്. അതായത് ഈ പോലീസ് സ്റ്റേഷൻ അകത്ത് വെച്ച് ഏത് തരത്തിലുള്ള മൂന്നാം മുറയായാലും അതുപോലെ തന്നെ കസ്റ്റഡി മർദ്ദനവുമായാലും അതൊക്കെ തന്നെ ചെയ്യാം. അതുകൊണ്ടൊന്നും തന്നെ പ്രശ്നമില്ല. പക്ഷേ അതൊന്നും തന്നെ തങ്ങളെ മോശമായി ബാധിക്കാൻ പാടില്ല. അത് കൃത്യമായി എല്ലാവരും ശ്രദ്ധിക്കണം എന്നുള്ള ഒരു കാര്യം മാത്രമാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ആശങ്ക. അതല്ലാതെ ആളുകൾക്ക് നിയമം അത് ലഭ്യമാകുന്നുണ്ടോ, അത് കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതല്ല. നീതി തേടി അല്ലെങ്കിൽ സംരക്ഷണം തേടിയാണ് പോലീസിനെ നമ്മൾ സമീപിക്കുന്നത്. ഇവിടെ ഔസേപ്പും അത് തന്നെയാണ് ചെയ്തത്. പക്ഷെ എന്താണ് സംഭവിച്ചത്? അപ്പോഴും ഈ ദൃശ്യങ്ങളിൽ ചെയ്ത തെറ്റിനെ കുറിച്ചോ പോലീസുകാരുടെ മോശം പെരുമാറ്റത്തെ കുറിച്ചോ ഇതല്ല ഒരു പോലീസുകാരൻ ആകേണ്ടതെന്നതൊന്നും അല്ല ആശങ്ക, കൺസേൺ അതല്ല. ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നാൽ സമൂഹത്തിൽ പോലീസിന്റെ പ്രതിച്ഛായ നഷ്ടപ്പെടും. അപ്പോഴും പ്രതിച്ഛായ നഷ്ടപ്പെടുത്താൻ ഇടവരുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ള കാര്യത്തിലല്ല ശ്രദ്ധയുള്ളത്.